ഉറങ്ങിയോ? എന്തിനാ? മണിയണ്ണന് ഒരു കാര്യം കൊടുക്കാനാ. മണിയണ്ണോ, മണിയണ്ണ, നോട്ടീസ് വേണ്ടേ? നിനക്കാവന്മാര് തന്ന, എനിക്ക് തന്നില്ല. എനിക്കും ആദ്യം തന്നില്ല. പിന്നെ ഞാൻ കലുങ്ക് വരെ വണ്ടിക്ക് പിന്നാലെ ഓടി. മണിച്ചിത്തോടിനടുത്ത് വന്നപ്പോ അവര് 3-4 നോട്ടീസ് വലിച്ചെറിഞ്ഞു. അതിലൊരെണ്ണം എനിക്കും കിട്ടി. നല്ല പടമാ. 6 രംഗച്ചിരിയുണ്ട്. അവസാനം പ്രേംനസീർ ഉമ്മറിനെ വെടിവെച്ച് കൊല്ലും. പോയി കിടന്നറങ്ങാം. ഒരു അത്യാവശ്യം പറയാൻ വന്നിരിക്കുന്നു. പട്ടാ പായരായിക്കാ പ്രേമനസീർ. നിനക്ക് രാത്രി ജോലിയൊന്നും ഇല്ലടാ. ഈ ചെറുക്കൻ ഇത് എവിടെ പോയി കിടക്കുവോ? എടാ മണിയാ, എന്താ അമ്മേ? നിനക്ക് ആ കവലേക്കൊന്നും അന്വേഷിക്കാൻ പോകുന്നേ? ഒരു നാൾ ഇത്രയും താമസിക്കണമല്ലോ. അമ്മ ഇതുവരെ ഉറങ്ങില്ലേ? ഓ, ഉറങ്ങി. എന്താവും ഞാൻ ഇത്രയും താമസിച്ചത്? എന്ത് ചെയ്യാനാമേ? ട്രാൻസ്പോർട്ട് ബസ്സുകാർ പണി മുടക്കി. ബസ്സില്ലാതെ എങ്ങനെയാ വരുന്നേ? അല്ല, അച്ഛൻ വന്നില്ലേ? അച്ഛൻ നാളെ വരത്തുള്ളൂ. കമ്പനിയിൽ നിന്ന് വന്ന് വിവരം പറഞ്ഞു. ചേട്ടൻ കിടന്നു? എല്ലാരും കിടന്നു. ഞാൻ നിന്നെ നോക്കി ഇരിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂർ 1 കഴിഞ്ഞു. ബാ, വല്ലതും കഴിച്ചു കിടന്ന് ഉറങ്ങാൻ നോക്കാം. എങ്ങോട്ടാടാ രാവിലെ കുളിച്ചൊരുങ്ങി? കണ്ട കടക്കാർക്കൊക്കെ വെള്ളം കോരി കൊടുക്കാനാണോ? ഞാനൊന്ന് പറഞ്ഞേക്കാം, അങ്ങേരറിഞ്ഞാൽ നിന്റെ പൊടി പോലും വെച്ചേക്കത്തില്ല. മണിയൻ ചേട്ടാ, എവിടെയായിരുന്നു മണിയൻ ചേട്ടൻ? 2 ദിവസമായിട്ട് ആളെ കണ്ടേയില്ലല്ലോ. എനിക്ക് പനിയായിരുന്നു. ആരാ പറഞ്ഞ പനിയാണെന്ന്? അച്ഛനോ അമ്മയോ? അവരൊന്നും അല്ല പറഞ്ഞു, വൈദ്യരാ പറഞ്ഞു. ഇപ്പൊ എല്ലാം മാറിയോ? എന്താ കയ്യില്? പാട്ടുപുസ്തകമാണോ? അല്ല, പുതിയ പടത്തിന്റെ നോട്ടീസാ. ഇന്നു മുതൽ പടം മാറ്റമാ. നല്ല പടമാണോ ഏട്ടാ? നല്ലതാന്നാ പറയുന്നത്. ഉഗ്ര 6 ഇടിയുണ്ട്. അവസാനം നസീർ ഉമ്മറിനെ കൊല്ലുന്നതാ കഥ. മണിയൻ ചേട്ടൻ ആരെയാ ഇഷ്ടം? ഷീലയോ ജയഭാരതിയോ? എന്താ ചേട്ടനൊന്നും മിണ്ടാത്ത? അതൊക്കെ ചീത്തയാ. ഞാൻ ചീത്ത പറയല്ല. എന്നാ ഞാൻ പറയട്ടെ, എനിക്ക് ഏത് നടനെ ഇഷ്ടമെന്ന്? നസീറിനെ ആയിരിക്കും. എന്നാ സമയം? അല്ല, എനിക്ക് അവരെക്കാളൊക്കെ ഇഷ്ടം ചേട്ടനെയാ. ചേട്ടൻ ആ വേഷമൊക്കെ ഇട്ട് വന്നാ എങ്ങനെ ഇരിക്കുമെന്നറിയാമോ? ആരാ കമലോടെ? മണിയൻ ചേട്ടനമ്മേ, ഒന്നിങ്ങോട്ട് വരാൻ പറ. അമ്മ വിളിക്കുന്നു. നോട്ടീസ് വായിച്ചിട്ട് തന്നാ മതി. എന്താ മണിയാ, സിനിമയൊക്കെ മാറിയോ? മാറി. ഇന്നു മുതൽ ജവഹറിലെ പടം മാറ്റമാ. മണിയമ്പിള്ള ഒരു ചാക്ക് നെല്ല് മില്ലി കൊണ്ടുപോയി കുത്തിച്ചോണ്ട് വരുവോ? നീ എടുക്കുവോ? ഞാനാണല്ലോ ഇന്നാളില് രാജുവിന്റെ അമ്മയ്ക്ക് കുത്തിച്ചു കൊടുത്തേ. എന്നാ അപ്പുറത്തേക്ക് വാ, നെല്ല് അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. എനിക്ക് അവരെക്കാളൊക്കെ ഇഷ്ടം മണിയൻ ചേട്ടനെ.
മണിയൻ ചേട്ടൻ ആ വേഷമൊക്കെ ഇട്ട് വന്നു നിന്ന കാണാൻ എങ്ങനെ ഇരിക്കുമെന്നറിയോ? പിള്ളേരിറങ്ങിയോടി? കൊള്ളാം. മണി 11 എന്ത് വായി കുത്തിയെന്ന് ചവയ്ക്കുന്നത്? ചവയ്ക്കാൻ വായി പല്ലുണ്ടായിട്ട് വേണ്ടേ? ഇത്തിരി കപ്പലുണ്ട്. എവിടുന്നാ? മണിയും കൊണ്ടുവന്നത്. അവൻ എവിടുന്നാ കാശ്? അറയ്ക്കലെ ദേവകിയമ്മ അവൻ 8 അണ കൊടുത്തു. അവൻ അതിന് കപ്പലണ്ടിയും മേടിച്ചോണ്ട് വന്നു. അച്ഛന്റെ പങ്കെന്നും പറഞ്ഞ് മാറ്റി വെച്ചതാ. എന്തോന്ന് ആലോചിക്കുന്നു? ഓ, എന്താ ആലോചിക്കാൻ? ഞാൻ നമ്മുടെ മണിയന്റെ കാര്യം നമ്മുടെ മുതലാളിയുടെ അടുത്തൊന്ന് പറഞ്ഞു. ഇനി 10 തവണ കഴിഞ്ഞൊന്നും പറയാതിരിക്കുന്നതാ നല്ലത്. ഈ സിനിമ എന്നൊക്കെ പറഞ്ഞാൽ സത്യത്തിൽ അതൊരു ഭാഗ്യമാണ്. അത് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതല്ല. സമയം നല്ലതാണോ പിടിപിടേതങ്ങ് കയറിപ്പോകാം. സമയം പിഴച്ചോ തപാന്നിങ് ഇറങ്ങി പോരാം. സർവതുണ്ടോ? ഉണ്ടല്ലോ. നീ എടുത്തേ. ഐസറോ? വേണ്ട. വെള്ളമില്ലല്ലോ. മണിയമ്പിള്ളേ, ആ കിണ്ടിന്ന് ഒരു കലം വെള്ളം പിടിയിൽ എടുത്തു പോരും. താനിരിക്കണം, ഇപ്പൊ വരും. ഒന്ന് വേഗം വന്നേ, ഒരു കാര്യം കാണിക്കാനാ. വേഗം വാ. പതുക്കെ. ഈശ്വരനാണ് എന്റെ പകുതി എനിക്ക് തന്നില്ല. നേരെ ഒത്തിരിയായി. ഞാൻ പോട്ടെ. എനിക്ക് അത്യാവശ്യം ഇവിടെ വരെ പോകാനുള്ളതാ. ചുമ്മാ മെനക്കെടുത്താൻ കടയിൽ തുറന്നു വെച്ചോണ്ടിരിക്കുക. ചേടാ, വെള്ളത്തിന് പോയി ആളിനെയും കാണുന്നില്ലല്ലോ. നല്ല ആള് തന്നെ. സർവത്തിന് ആളെ എടുത്തിട്ട് പോയാ പോക്കാ. അയാള് പോയാ? ഇല്ല, പോയില്ല. വൈകുന്നേരം ഇതുവഴി വരുമ്പോ കുടിച്ചിട്ട് പോയിക്കോളാന്ന് പറഞ്ഞിരിക്കുക. ഇതുകൊണ്ടൊക്കെ തന്നെയാ പിള്ളേര് മണിയമ്പള്ളിയെ പിരിലൂസ് എന്ന് വിളിക്കുന്നത്. എന്നെ ആരും പിരിലൂസ് എന്ന് വിളിക്കത്തില്ല. വിളിച്ച ആരായാലും ഞാൻ തല്ലും.